നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ആ ഒരു ഉറപ്പേ ഇപ്പൊ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഹലോ, ഒന്നും പറയണ്ട. ലവ് യു ടു. പ്രോഗ്രാം അയ്യോ റീകോയിൽ നമ്മളെ കൺട്രോളിൽ വരും. ലിഫ്റ്റ് ആൻഡ് ഫയർ. राइट लोडिंग. पुराना तो नहीं बता रहे. हाँ पुराना बता रहे हैं. वो बता रहा है ना, ये इसका ट्रेनर जो है. हाँ देखो इसने एक ही गोली चलाई थी, तब तक इसको कॉल आ गया था. ഹലോ സാർ, ഞാനിപ്പോ തൊടുപുഴയിലാണ്. അല്ല, 10 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ പിടിച്ചാലേ എത്താൻ പറ്റും. പിന്നീട് എന്തെങ്കിലും രാമനുണ്ണി വന്നിട്ടുണ്ടോ? അവസാനമായിട്ടാണ് ISAT DGക്ക്, അതായത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം DGക്ക് ഒരു റിക്വസ്റ്റ് മെയിൽ ചെയ്യാം. अच्छा ब्लॉक हो जाएगा 48 घंटे में साइट. എപ്പോൾ എന്നവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ സർ. മാധ്യമങ്ങളെ കാണാൻ അനുവദിക്കാതെ 2 മണിക്കൂറോളം തൊടുപുഴ CI ഓഫീസ് कैसे बैठे लोग इंतजार में. ഇതിനെക്കുറിച്ച് രാമനുണ്ണി പരാമർശിച്ച സംഭവം തികച്ചും സത്യമാണെന്ന് സിബി ചാക്കോ മാധ്യമങ്ങളോട് ആവർത്തിച്ചു. हो गया ब्लॉक हो गया. ഇവന്മാര് ഒടുക്കത്തിലാകാണല്ലോ. നാളത്തേക്ക് ഒരു എപ്പിസോഡ് കിട്ടുമോ? बी पेशेंट हियर. തോന്നലാണ്. ഇപ്പൊ പാർട്ടിക്കും പോൾസിനും അറിയാം ഞാനല്ല ഇത് ചെയ്തതെന്ന്. പക്ഷെ ഇലക്ഷൻ വഴിമാറി ഒറിജിനൽ പ്രതിയെ പിടിച്ച പോരെ. നീ എന്താ ആലോചിക്കണത്? നടപ്പില് ചെറിയൊരു സ്ത്രീയാണത്, പക്ഷെ അതും സംസാരം. जब पता चलेगा उस लड़की के बारे में से क्या करेगा फिर उसका ये. ഓ കഴിഞ്ഞു. വളച്ചു കഴിഞ്ഞാൽ അവള് തന്നെ വിടില്ല. താൻ തന്നെ. ഓക്കെ പറ, അപ്പൊ ഊരാനുള്ള വഴി കണ്ടുപിടിച്ചോ? എന്നോട് പറ. കേൾക്കാനുള്ള വെളിവുണ്ടോ തിരുമേനിക്ക്? 2 മണിക്ക് കുളിക്കാൻ പറ്റിയൊരു കുളിയുണ്ട്. വാ. ആ വൃത്തിയോട്ടം പറഞ്ഞു കേട്ടോ, കെട്ടാൻ പറ്റിയ ടൈപ്പ് അല്ലെന്ന്. അവൻ എന്താ ഉദ്ദേശിച്ചത്? ये पूल बना रहे हैं. നല്ല സുഖം. कैसे उसको डुबा रहे हैं. मार तो नहीं देगा भयंकर. है ये कहाँ गया? ആമണി, ഇപ്പൊ ഞാൻ ഓക്കെ ആയി. ഇനി പറഞ്ഞോ. ഡാ, കൊന്നത് ആരായാലും अरे उसको नशा उतार रहा हो. ഇവിടെ ഞാൻ കഴിഞ്ഞാ പിന്നെ മോഹനെ കൊല്ലാൻ വേണ്ടി ആർക്കൊക്കെ ആയിരിക്കും ഇത്ര കലിപ്പുണ്ടാവുക? അയാള് കൊറേ പേര് വെട്ടിയോ കുത്തിയോല്ലോ കൊല്ലൂ. എന്റെ തോക്കൊഴിച്ച് ബാക്കിയെല്ലാം സറണ്ടർ ചെയ്തിരിക്കുന്നുണ്ട്. മോഹനെ കൊന്നത് റിവോൾവറിലും ഷൂട്ടാവും. കാറ്ററിംഗ് എല്ലാം സ്റ്റാൻഡേർഡ് സൈസാ. ഓഹോ, അപ്പൊ ഇത്ര ഉള്ളി ബാലിസ്റ്റിക്സ്. രാമനുണ്ണി हो सकता है. വേറെ ആർക്കാടോ മോഹനോട് ഇത്ര ദേഷ്യം ഉണ്ടാവുക? വെട്ടിച്ചതറിച്ചിട്ട് മുറി കൂടി തിരിച്ചു വന്നില്ലേ? അപ്പോഴാണ് അവന്റെ ഒന്നെങ്കിൽ അവൻ, അല്ലെങ്കിൽ സുധി, അതും അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് ഫസ്റ്റ് ക്ലാസ് ഗാലറിയില് അന്ന് പോൾസിന്റെ അശ്രദ്ധ, അല്ലെങ്കിൽ ഉദയഭാനു സ്വന്തം പേരിലായിരിക്കില്ല സീറ്റ് റിസർവ് ചെയ്തിട്ടില്ല. എന്തിനാണ് ചാർട്ട്? കിരീടെടുത്ത് എന്റെ തലയിലെടുത്ത് വെച്ചെന്നിട്ട് പോലീസ് മെഡൽ സ്വപ്നം കണ്ട് കുത്തിയിരിക്കല്ലേ ആ DVSP പോൾസ്. अजय ഇവിടം വരെ. ടിൽ ഹിയർ. ये सब टेलीकास्ट क्यों कर रहे हैं? നിന്റെ പേരൊന്നും പറയുന്നില്ലല്ലോ, പിന്നെന്താ? അത് ശരിയാ, പക്ഷെ അച്ഛന് ചിരിക്കാനുള്ള വകയോ? ചിരിക്കാൻ ഉദയഭാനു എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ, അത് വെറും വാക്കുകൊണ്ടുള്ള വിരട്ടൽ മാത്രമായിരുന്നില്ല. സുധിയുടെ അരന്ന് തോക്കുമ്പോ ഒരു റൗണ്ട് തിരിയണ അതല്ലേ റിവോൾവർ. അപ്പൊ റിവോൾവറാ. എടോ താന പിടിച്ചിരിക്കുമ്പോ അതിനിടയിൽ ഞാൻ വിരലിട്ട് തൊളയുടെ അളവെടുക്കാം. ഓക്കെ ഓക്കെ
അപ്പോ ഒരു കാര്യം ഉറപ്പാ, പോലീസ് ഉള്ളപ്പോ താൻ എങ്ങനെ വെടിവെക്കുന്നു? അത് ഉദയഭാനുവിനും ബാധകല്ലേ? ഫസ്റ്റ് ക്ലാസ് ഗാലറി എന്നാണ് ഈ പവനായനെ പോലെ കോട്ടും ജാക്കറ്റും ഒന്നും അല്ലല്ലോ, മുണ്ട് ഷർട്ട് ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്. खुद थोड़ी मार हुए उधर कानून ने अगर ये कह रहे हैं मार भी सकते ഇനി थे। ഷൂട്ട് ചെയ്ത് എങ്ങനെയാന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഒരു മാർഗമുണ്ട്. നേരെ മലയാള ഒന്ന് ട്രൈ ചെയ്യാം. നീ ഇരുന്നേ. നീ ഉദയഭാനു ഇടയ്ക്ക്, അതായത് സൈലൻസർ. ഇതിങ്ങനെ കൈ പിടിച്ചാൽ ആരും സംശയിക്കില്ലല്ലോ, കോളയല്ലേ. സമയം ഒത്തു വന്നപ്പോ എന്താ മോനെ, റെഡ് ബുൾ ആണെങ്കിൽ നമ്മുടെ റൂട്ട് ക്ലിയറാ. വാ മുഖ. എന്താ നീ കാര്യം പറ. ഉദയഭാനു റെഡ് ബുൾ അതിന് അവന്റെ കയ്യിൽ ആ റെഡ് ബുള്ളിന്റെ ക്യാൻ ഉണ്ടെങ്കിൽ, അതേസമയം ഗാലറിയിൽ നിന്ന് വേറെ കാലി റെഡ് ബുളിന്റെ കാരൊന്നും പോലീസിനെ കിട്ടിയില്ലെങ്കിൽ 12 സാക്ഷികളുടെ മൊഴികൾ സഫീഷ്യന്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഈ തോക്കിൽ ഇത് റെഡ് भैया ने रेड बुल लिया हो। നാല് ദിവസം എന്നൊക്കെ പറഞ്ഞ സമയം എടുക്കല്ലേ? ഞാൻ ഒരു ഐഡിയ പറയാം. നമ്മളൊരു വീഡിയോ ക്യാമറ എടുത്തിട്ട് രാമനുണ്ണി അതിന്റെ മുന്നിൽ നീ കാര്യമെല്ലാം പ്രവാരനും ബില്ലാദിനും ഒക്കെ ചെയ്തില്ലേ, ആ ഒരു ലൈൻ എങ്ങനെയുണ്ട്? താൻ അത്രക്ക് എന്നെ വളർത്തി വലുതാക്കൽ. അതെ, ഉദയഭാനുവിനൊക്കെ ജയിലടക്കാൻ ഈ തെളിവൊക്കെ മതിയോ? അവനെ ശിക്ഷിക്കുമെന്നുള്ളതല്ല, നമ്മൾ രക്ഷപ്പെടാന്നുള്ളതാണ്. കിട്ടും. പിന്നെ ഉദയഭാനുവിനെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്താൻ ഇതൊക്കെ തന്നെ ധാരാളം. അപ്പൊ എനിക്ക് തീർന്നല്ലേ? सब भी वहाँ डाल दिए सारे वो। ഇലക്ഷന്റെ തലേന്ന് പിടയ്ക്കാൻ ഒരു ടെയിൽ പഞ്ച് എപ്പിസോഡ് അവള് തന്നെ വിട്ടില്ല, താൻ തന്നെ നൈസായിട്ട് ഊരിക്കണം. അതാ ബെസ്റ്റ്. അതെ, ആ ഏരിയ ഒന്ന് പിടിച്ചു. സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നെങ്കിൽ ഈ പോൾസൺ ദേവ്സ് എന്തൊരു പൊട്ടനാ. രണ്ട് പോലീസുകാരെ അപ്പുറം ഇപ്പുറം ഇരിക്കും. എനിക്ക് അറിയാൻ പാടില്ലാണ്ട് സെൻസേഷനിൽ ആ ഒരു പൊളിറ്റിക്കൽ മർഡർ ഒത്തിയിട്ടല്ലേ കിട്ടിയ ചാൻസിന് സേതുരാമൻ ഇവരെന്ത് നേർച്ച നടന്നിട്ടാ CDP ഇറങ്ങിയത്. ഇലക്ഷൻ കഴിഞ്ഞ അമ്മയൊന്ന് ചോദിക്കട്ടെ. ചെറ്റ നാറി സാഗർനാകുമ്പോഴും കളിച്ച കളിയാണ് തന്റെ സീറ്റ്. താൻ ജയിക്കണമെന്ന് അയാൾക്ക് പോലും താല്പര്യമില്ല. മോഹനെ കൊല്ലുകയും വേണം, എന്നെ പെടുത്തുകയും വേണം. ഇത് രണ്ടും ഒരുപോലെ ആവശ്യമുള്ളത് ആർക്കാ? मोहन രാമനുണ്ണി, അപ്പൊ താൻ പറഞ്ഞു വരുന്നത് അവൻ തന്നെ, ഉദയഭാനു. उदय भानु अब पहचान हो गया ये। അവൻ कल वही है തന്നെയാ. ना उदय भानु। വേറെ ആർക്കാടോ മോഹനോട് ഇത്ര ദേഷ്യം ഉണ്ടാവുക? വെട്ടിച്ചതറിച്ചിട്ട് മുറി കൂടി അല്ലെങ്കിൽ സുധി, അതും അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് ये भी फंस गया। ഫസ്റ്റ് ക്ലാസ് ഗാലറിയില് അന്ന് രണ്ടുപേരും ഉണ്ടായിരുന്നിരിക്കണം. उदय भानु फर्स्ट क्लास गैलरी है। कहाँ जा रहे हैं? തോക്ക് നിന്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് മാറ്റിക്കോ. അത് പിടിച്ചാ इसी ने किया। To be continued. പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ചാനൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷാഡോ ചെയ്യണം. എന്റെ സ്ക്വാഡിനെ ഓൾറെഡി ഞാൻ വിട്ടുകഴിഞ്ഞു. ഓക്കെ, സ്വകാര്യവും അതുകൊണ്ട് തന്നെ ചില പ്രസിഡന്റ് ഉദയഭാനു अंका कुल തികച്ചും അസംബന്ധമെന്ന് തോന്നാവുന്ന പോലീസിന്റെ കണ്ടെത്തലുകളും അന്വേഷണത്തിലെ പുതിയ എപ്പിസോഡ് വടക്കു നോക്കിയിലേക്ക് സ്വാഗതം. വളരെ രസകരവും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ വിഷയങ്ങളുമായി രാമനുണ്ണി വീണ്ടും ड्रामा जैसे नहीं चल रहा। ക്യാമറകൾ നൽകിയ ദൃശ്യങ്ങളിലേക്ക് വടക്കു നോക്കിയില്ല എത്തി നോക്കും. സാർ, അന്ന് കളി കാണാൻ ഉദയഭാനു വന്നിരുന്നു. ഹാഫ് ടൈം തീരുന്നതിന് മുമ്പ് കണ്ടത്. ആദ്യമേ ഉണ്ടായിരുന്നോന്ന് അറിയില്ല. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തോളൂ, ഡീറ്റെയിൽഡ് ആയിട്ട്. फर्स्ट क्लास गैलरी किसको बोल रहे हैं?
अरे वो बैठे थे ना उसमें उस रो में, उसको बोल रहे हो. സാർ ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തോളൂ. സാർ എന്നെ വിളിപ്പിച്ചിരുന്നു. റിസർവേഷൻ ചാർട്ടിൽ ഉദയഭാനുവിന്റെ പേരില്ല. അല്ലെങ്കിൽ അയാൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാതെ അയാൾ ഗാലറിയിൽ കയറി അല്ലേ? പേരിലായിരിക്കും സീറ്റ് റിസർവ് ചെയ്തിരിക്കുക. താഴെ വെയിറ്റ് ചെയ്. ഗാലറിയിലെ വിഷ്വൽസ് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അയാൾ ഇരുന്ന എക്സാക്ട് സീറ്റ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്വയം തിരിഞ്ഞില്ലെങ്കിൽ മീഡിയയും ജനങ്ങളും കൂടി ബലമായി തിരിക്കും. തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് सिर्फ न्यूज में चला गया ये. ഉണ്ടായിരുന്നല്ലോ എന്റെ കൂടെ, എന്റെ സഹായി. കളിയുടെ തുടക്കം മുതൽ താങ്കൾ ഗാലറിയിൽ ഉണ്ടായിരുന്നു? തുടക്കം മുതൽ ഉണ്ടായിട്ടില്ല. അന്ന് സംസ്ഥാന तुरंत चले के था मीडिया के पास है. ഗാലറിയിൽ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് കൊല ചെയ്തത് ഞാനാണെന്നൊക്കെ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് ഗാലറിയുടെ റിസർവേഷൻ ചാർട്ടിൽ ഉദയഭാനു സുധി ഞാൻ സീറ്റ് റിസർവ് ചെയ്തിട്ട് തന്നെ അന്ന് പോയത്. റിസർവേഷൻ ചാർട്ടിൽ എന്റെ പേരും നാളൊന്നും ഇല്ലാത്തത് എന്താന്ന് എനിക്കറിഞ്ഞു. സുധിയുടെ കയ്യിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത ഒരു .32 ओ ഒരു ഷോട്ട് कुछ ज्यादा ही चला गया. अब फंस गया ना. ओ पुलिस खड़ी है बाहर, इसको भी ले जाएगी. വേണ്ട, സ്വന്തം കാറി വന്നാൽ മതി. बैन हो गया हॉट परस्यूट. ചെയ്ത ഒരു ഫേക്ക് സ്റ്റിംഗ് ഓപ്പറേഷൻ മാത്രമാണ് ഹോട്ട് പേസ്യൂട്ട്. ഇതിന് വ്യക്തമായ ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പ്രചരണം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഏറെ തിരക്ക് പിടിച്ച് ഹോട്ട് പർസ്യൂട്ടിന്റെ സൈറ്റ് ബ്ലോക്ക് ചെയ്തത് ഇത്തരം നിരോധനങ്ങൾ പാടത്ത് പണിയെടുത്ത് പട്ടിണി മാത്രം കൊയ്തെടുക്കുന്ന പാവങ്ങളിൽ നിന്ന്. अच्छा उस दिन की रिकॉर्डिंग देख रहे हैं. मैं तो मौजूद था ये भी. സർ, രാമനുണ്ണി ഇരുന്നിരുന്ന സെയിം റൂം, ഷൂട്ട് ചെയ്ത ഡിസ്റ്റൻസ്. തൽക്കാലം നിർവാഹം. ഇത് തൊണ്ടി മുതലാണ്. ദീപക് സർ, സിം കാർഡ് എടുത്ത് കൊടുത്തേ. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് മഹസർ उसका विरोध कर रहे हैं. बैन किया हॉट परस्यूट है. യെസ് सर हॉट परस्यूट 4th एपिसोड रिपोर्ट चैनल एक्सक्लूसिव है. टीवी पे आएगा सीधा. अच्छा. ओ बे उन साइड ब्लॉक से टीवी पे ला रहे 3 बजे. 145 വാൾസം ദേവസ്വം ഡിവൈഎസ്പി. പാർട്ടിയിൽ നിന്നും മിനിസ്ട്രിയിൽ നിന്നും വേണ്ടപ്പെട്ടവർ വിളിച്ചു കഴിഞ്ഞു. അവരോടൊക്കെ പറഞ്ഞ നോ, എ ബിഗ് നോ. കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ എപ്പിസോഡ് എന്നെ ഒന്ന് കാണിക്കണം. നോ വേ. ഈ എപ്പിസോഡിൽ എന്തെങ്കിലും വൈറ്റൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ 2:30 മണിക്ക് എപ്പിസോഡ് ഞങ്ങൾക്ക് മെയിൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണക്റ്റഡ് പ്രോഗ്രാംസ് പോകാനുള്ളത് കൊണ്ടാണ് പറഞ്ഞല്ലോ. ഇന്നത്തെ എപ്പിസോഡിൽ ഉദയഭാനുവിനെ കുറിച്ച് സോളിഡ് എവിഡൻസ് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ ഇന്ന് ഉദയഭാനുവിനെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കിട്ടുന്നതിന് മുമ്പ് വിത്ത് സോളിഡ് എവിഡൻസ് ഞാൻ ഉദയഭാനുവിനെ അറസ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ന്യൂസ്. മോനെ റെഡ് ബുൾ ആണെങ്കിൽ നമ്മുടെ റൂട്ട് ക്ലിയറാ. വാ മുക. റെഡ് ബുൾ ആരോ കൈവശം കൊടുത്തു. അതേസമയം ആ മൊബൈൽ വീഡിയോയിൽ हाँ भाई वाली बात रेड बुल वाली. അവിടെ നിന്ന് വേറെ കാലി റെഡ് ബുൾ ക്യാൻ വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ടോ? अच्छा दिग रेड बुल का था उसके पास. जिसे पी रहा बहाना बना दिया उन्होंने. वही थी गन. പിന്നെ ഉത്തരവാദിത്തം മുഴുക്കെ എന്റെതാ. ആരെന്ത് ചോദ്യം ചോദിച്ചാലും എല്ലാ തീരുമാനങ്ങളും
गवर्नमेंट गेस्ट हाउस। फोन काट रहा है। आज का फोन में नहीं उठा रहा। ओ कर दिया उसको अरेस्ट। उसके पास सारे खुश हो रहे हैं। उसकी माँ भी खुश हो रही है। खाने पीने में सब लोग खुश हो गए। क्या पेन कर रहे हैं और जो उसकी फोटो चिपका रहे हैं। अब फिर से पोस्टर लग गए हैं। हीरो बन गया रामनवमी। രാമനുണ്ണി കളമൊഴിഞ്ഞു പോയ CDP നില കൂടുതൽ ഭദ്രമാക്കുമെന്നോ NSP നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കുമെന്നോ എന്നൊന്നും इलेक्शन है। अब उसके लिए वोट होने लगे ना रामनवमी के लिए। इलेक्शन होने के लिए പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മുതൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. वही जीतेगा। इलेक्शन रोके हुए थे ना, अब फिर से हाँ अब हो गई स्टार्ट। മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KR രാമനുണ്ണി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി CDPയുടെ ശ്രീമതി 890 जीत गए। जीत गया। മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സകലമായ CDPയിൽ MLA ആയിരുന്ന അഡ്വക്കേറ്റ് രാമനുണ്ണി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും നിയമസഭാ 1416 വോട്ടിന്റെ ലീഡാണ്. अच्छा, इन दोनों ने ही मतलब मिलके किया था इसे ना? इसे मतलब पता था इसे? पता था इसे। इसका जो वो साथी था उसे नहीं था पता। अच्छा अच्छा मतलब वैसे पता नहीं है। തന്റെ ഫ്രണ്ട് അജയന് സംശയമൊന്നുമില്ലല്ലോ. ഏയ് അവനോട് ഇതാ കണ്ടില്ലേ, ഒരു പാർട്ടിയുടെ സപ്പോർട്ടും ഇല്ലാതെ ഞാൻ ജയിച്ചിരിക്കുന്നത്. Live with me. ഇത്ര അറിയൂ, ഇതൊക്കെ ഞാനോട് ചേർന്നുള്ള കളിയാണ്. നിന്നെ വെറുതെ വിട്ട റിസ്ക് ആണ് മോളെ. ഒന്ന് സഹായിച്ചു പോയിന് ഇത്ര വലിയ ശിക്ഷയോ? ഇല്ലേ? ഓഹോ ഏ? उसके बैग में फोन आ रहा है। किसका बैग है ये? इसी का है। इसी का ही ना? ना इसका नहीं, रामन का है। नहीं इसी का शायद। इसका है? ये जो छुपा रखा था ना फोन अपना एक। अच्छा यही लड़की फोन कर रही है। ओ इसे अब पता चल गया। अब देख रहा है। ओ बैंकर। ഉണ്ണിമാല, രാമനുണ്ണി, എന്താ ഇതൊക്കെ? ഇവിടെ ഒപ്പിച്ച പണിയാ. ഇലക്ഷൻ കഴിഞ്ഞ് താൻ ജയിച്ച? അയ്യോ, कल भी अब जा रहे हैं। चलेंगे वहाँ से। ഇനി അങ്ങോട്ട് താങ്കൾ ഏത് ഇങ്ങനെ ഒരു ഹൈഡ് ആൻഡ് ഷൂട്ട് നടത്തി ജനങ്ങളെ കാണിക്കുമായിരുന്നെന്ന് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അവര് രാമനുണ്ണിയുടെ കൂടെ ഞാനും. നന്ദി ജനങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക്, പിന്നെ ഹോട്ട് പർസ്യൂട്ട്. ഇനി എനിക്ക് പറ്റില്ല. വെച്ച് വിളമ്പാനും തുണി അലക്കാനും ഒക്കെ വേറെ ആളെ നോക്കണം. उसके बैग में क्या मिला? ओ छेद हो रहा है। इसी ने तो किया था शूट। इसी ने मारा शायद। नहीं तो किसके? हाँ अब उसी അതെ, സുധിയുടെ ഗൺ .32 इसने मरवाया।
इससे पता था कि ये पीता है। हाँ इसको फंसाने की कोशिश की उन्हें ढंग से। रेड बुल देख लिया था उसने। പൊളിറ്റിക്കൽ ക്രൈംസിനെ ബേസ് ചെയ്ത ഒരു ഹൈഡ് ആൻഡ് ഷൂട്ട് പ്രോഗ്രാം. तो ये भी इसके साथ मिला हुआ था। चलो ऐसे नीचे से किया उसने। ओ ये देख लंबी के अंदर छेद करेगा। छेद तो तब हुआ ना जो गोली चली। अच्छा हाँ അവന്റെ പേരില്ലെങ്കിൽ അയാൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. अच्छा उसने चेंज कर दिया था वो। अच्छा उसी का यूज किया था उसने। इस तरह से हाँ छुपाई हुई थी उसने गन। रेड बुल का यूज किया था उसने। अच्छा सेम सीट में बैठे थे वो। हम लोग सेम रूम है। अच्छा लग रहा है। इसको भी पता नहीं चला। ऐसे किया इसने। हाँ कब कब मारा है? अच्छा अब मार रहा है। चलाई कैसे उसने गोली? हाँ बिल्कुल सही निशाना। प्रैक्टिस करता था ना वो। किसी को जरा सा भी आइडिया नहीं हुआ किसने मारा। ओ बे तब गिरा था ये। तब उसने वही छोड़ दिया था। अच्छा इसने पिचका दिया था और उसने उसको फेंक वहाँ- दिया था। अच्छा अच्छा और वो उसने उठा लिया उठा दिया था वो वाले डाल दिया होगा। उदय भानु को फंसा दिया है। हाँ तब इसने बदल दी थी वो। हाँ ये पूरी इसकी प्लानिंग थी। ओ गोली फेंक दी थी और गोवा चले गए। ये कौन था? अच्छा ये वही आदमी शुरुआत से था इसके साथ। अच्छा इसको सब पता था इसके बारे में भी। വേണ്ടിയുള്ള മകന്റെ പ്രതികാരം മാത്രമായിരുന്നില്ല, സ്മാരകങ്ങളും രക്തസാക്ഷി ദിനങ്ങളും ഉണ്ടാക്കാൻ ഇനിയൊരു അതുകൊണ്ട് മാത്രം ഞാനും കമ്മ്യൂണിസ്റ്റാണ്. उसकी माँ भी अब सपोर्ट कर रही है उसे। क्योंकि उसके इसके डैड को मारा ना। तो यहाँ पर ये फिल्म खत्म होती है रामा लीला। ठीक थी फिल्म लेकिन इन्वेस्टिगेशन मतलब इस फिल्म में बस यही था कि पूरी फिल्म में वो मतलब आधे से ज़्यादा फिल्म में वो केवल इन्वेस्टिगेट करता है और अपने को मतलब बेगुनाह साबित करने की कोशिश करता है। कोशिश किया, क्राइम तो उसने नहीं किया था। नहीं कोशिश करता है ना, फिर वो तो मैं बाद में चलता बताया कि उसने किया था, उसी की पूरी प्लानिंग थी। पर पूरी फिल्म में तो ये लगता है ना कि वो इन्वेस्टिगेट कर रहा है और वो खुद को इनोसेंट प्रूव करने की कोशिश कर रहा है। पूरी फिल्म में तो ये लगता है। लास्ट के 10 मिनट में ही पता चला कि वो सब उसका प्लान था, उसको मारना। पर वो भी तो अपनी पापा की मौत का बदला लेना चाह रहा था उससे, इसलिए मारा उसने। लेकिन जिस तरह से वो अपने को ऐसे दिखा रहा था ना कि मैंने नहीं किया, इनोसेंट दिखा रहा था, बहुत चालाक था वो भी। और उसने मतलब किस तरीके से उसको फंसाया
उदय भानु को, जबकि उसने कुछ किया भी नहीं था। यार उसने भयंकर तरीके से नहीं फंसाया उसको। मतलब ऐसा होता है ना पॉलिटिकल, मतलब उसको सब पता है कि हाँ कैमरे लगे, उसको पता था मेरे को क्या कहाँ पे क्या बोलना है, कैसे मतलब उससे मतलब सच उगलवाना है, सब पता था उसको। मतलब पूरा प्री प्लान था कि हम क्या क्या करेंगे, क्या क्या टेलीकास्ट करेंगे, सब पता था उनको। मतलब स्टार्टिंग से उसने प्लान बना रखा था ना। हाँ जब से उसे पता चला था कि इसने मतलब इसी ने उसके पापा को मारा, हाँ मरवाया, तो तब से उसने पूरी प्लानिंग शुरू कर दी थी हाँ उसे मारने की, मोहनलाल को मारने की। हाँ, और फिर बचने की प्लानिंग भी कर दी थी उसने, क्योंकि पूरा शक तो उसी पे जाना था। और तो फिर उसने वही जो उसने प्लानिंग बनाई थी वो रेड बुल वाली। हाँ वो बहुत वैसे थी नेक्स्ट लेवल। इसीलिए वो शूटिंग मतलब वो कर रहा था ना, उसकी प्रैक्टिस कर रहा था। हाँ सीखता था वो, ताकि वो मतलब निशाना मतलब करेक्ट लगा सके। और मतलब बहुत ही अमेजिंग प्लान था उसने बनाया। पर अच्छे से दिखाया गया ना मूवी में कि लास्ट तक पता ही नहीं चलता है कि ये मतलब फेक कर रहा है, फेक एक्ट कर रहा है। ऐसे मतलब लगता है कि उसने कुछ किया ही नहीं होगा, उसको जबरदस्ती फंसाया जा रहा होगा। और लास्ट में जब उसकी मम्मी ने उसकी लुंगी निकाली और उसमें जो छेद था, तब जाके आइडिया लगा कि हाँ इसी ने मारा था। और उसने उदय भानु को फंसाया था, भले था तो वो भी गलत था। उदय भानु सब मिले हुए थे वो। मतलब उसके पापा की मौत जब हुई थी तो मोहनलाल और उदय भानु, हाँ, दोनों ये सब मिले हुए थे। किया था उन्होंने। हाँ इसलिए फिर उसने फंसाया उसको। चलो ठीक किया, उसको फंसाया। बाकी उसको मारा। असिस्टेंट था वो भी, सुधी, वो बहुत तेज था। बाकी मतलब अब मुझे लगा था कि शायद जो रामनवमी है उसे पता ना हो कि हमारा टेलीकास्ट हो रहा है। तो ऐसे रहा था कि इन्हें पता नहीं कुछ, हाँ कि कैमरा है कि नहीं है वहाँ ना। मतलब उसे तो पता नहीं था जो उसका दोस्त था टीसी। हाँ टीसी, पर रामानुनी को तो सब पता था। उसको सब पता था। उसी प्लान, वही तो मैं सोच रहा था कि ये लड़की मतलब क्यों इस तरह से ये सब कर रही है, और इसका क्या मोटिव है ये सब करने का। मेरे दिमाग में ये भी आया कि ये उस लड़की से पूछ क्यों नहीं रहे कि हमारे नेटवर्क क्यों नहीं चल रहे, है ना, हमारे सिम क्यों नहीं चल रहा, जो भी है जयमा लगा रहे थे ना, तो पूछा क्यों नहीं उसने। हाँ और ऐसे लग रहा था कहीं ना कहीं वो बदला लेना चाह रही है उससे। लेकिन जैसे जैसे मतलब एपिसोड आगे बढ़ते गए तब क्लियर हुआ कि वो एक्चुअल में करना क्या चाहते हैं। और उसने बहुत सपोर्ट किया है ना रामनवमी को। मतलब बिना उसके सपोर्ट के वो कुछ नहीं कर पाता। क्योंकि उसी के जरिए वो मतलब अपने को जो उसका प्लान था उसके हिसाब से सब सक्सेसफुल हुआ। नहीं तो फिर पुलिस तो फिर उसी के पीछे पड़ गई थी उसी को अरेस्ट करने के लिए। हाँ पुलिस को तो पता चल गया था किसी ने किया है। क्योंकि सारे मतलब जो एविडेंस है उसी के मतलब वो थे, सपोर्ट में थे। तो मतलब पुलिस एकदम राइट थी ना, पुलिस ने लेकिन उसने पुलिस को भी वो कर दिया, कंफ्यूज कर दिया लास्ट में। वो जो उसने वो थी ना रेड बुल, उसके जरिए उसने सब कुछ मतलब चेंज कर दिया था और उसे फंसा दिया था। क्योंकि वही पीता था वो, और कोई नहीं पीता था रेड बुल को। और छुपाया भी किस तरह से था उसने कि किसी को पता नहीं चले, किसी को पता नहीं चले। पुलिस भी थोड़ा, अब शायद पुलिस ने इसलिए उसे अरेस्ट किया क्योंकि वही जो कैन फेंका था उसने वहाँ पर, तो उसी वजह से वो बदला था ना उसने कैन। हाँ जो उसने वीडियो में हो सकता है फिर नहीं, वीडियो में जो उसने बोला ना कि वो रेड बुल पीता है और उसी ने मारा होगा, क्योंकि उसी से साइलेंसर गोली चली थी। और पुलिस ने एविडेंस में भी वही चीज तो बताई थी कि रेड बुल का कैन मिला है। तो वही वाला कैन मिला, पर उसने इसको साइलेंसर के तौर पर यूज किया गया। और फिर रेड बुल केवल वही पीता था तो वही फंस गया सीधे उदय भानु। और वहां भी वही पी रहा था। इस चीज पे पुलिस ने ध्यान नहीं दिया। तो जो भी कुछ किया उसने बिल्कुल मतलब बहुत अमेजिंग प्लान था उसने बनाया हुआ। बहुत ही मतलब चालाकी से किया उसने। पता ही नहीं चला, खुद उसके दोस्त को पता नहीं चला कि ये कर क्या रहा है। है ना। हाँ और लास्ट में इलेक्शन भी जीत गया। बस थोड़ा फिल्म थोड़ा ज्यादा डायलॉग वाली है ना। हाँ डायलॉग बहुत ज्यादा, डायलॉग ही इसमें सारे और मेनली समझना पड़ रहा है और आप स्किप नहीं कर सकते कहीं पर भी। नहीं थोड़ा वैसी फिल्म है। और फिल्म मतलब ऐसी है कि ज्यादातर फिल्म वही दिखाई ना, उसी वो जो रिजॉर्ट था। हाँ मतलब सेकंड हाफ तो पूरा वही दिखाया। हाँ सेकंड हाफ पूरा वही दिखाया।
और बाकी मूवी मतलब अच्छी है, और मूवी में की जो कहानी है वो मतलब यही है, भले सिंपल सी कहानी है पर जिस तरह से ट्विस्ट एंड टर्न्स दिए गए हैं वो काफ़ी इंटरेस्टिंग बनाते हैं फिल्म को। और जिस हिसाब से एक्टिंग की गई है, हाँ दिलीप उनकी एक्टिंग बहुत अमेजिंग है, और जो टीसी का रोल प्ले किया पूरा सीरियस रोल था, उनकी एक्टिंग बहुत अच्छी थी। हाँ ज़्यादातर हमने फिल्में देखी तो कॉमेडी फिल्में देखी, मतलब हाँ वैसे वो मतलब कॉमेडी फिल्में ज़्यादातर की हुई उन्होंने शायद ना, तो इसमें उन्होंने बिल्कुल सीरियस रोल प्ले किया था। तो मतलब वो हर तरह की एक्टिंग अच्छी करते हैं, कॉमेडी हो या सीरियस हो। बाकी सभी का कैरेक्टर इम्पोर्टेंट है इस फिल्म में, हर एक कैरेक्टर इम्पोर्टेंट है। तो यहाँ पर ये फिल्म खत्म होती है। अगर आपको वीडियो पसंद आता है तो लाइक कीजिए, शेयर कीजिए और चैनल को जरूर सब्सक्राइब कीजिए। मिलेंगे नेक्स्ट मूवी के साथ। थैंक यू सो मच। थैंक यू सो मच। थैंक्स फॉर वॉचिंग।